ഒരു റിലേഷൻഷിപ്പിലേ നമുക്ക് സമാധാനം കണ്ടെത്തണമെങ്കിലേ നമുക്ക് സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്വാളിറ്റി വേണം. ഇത് ആണിനും വേണം പെണ്ണിനും വേണം, അതായത് ഭാര്യയ്ക്കും വേണം ഭർത്താവിനും വേണം. രണ്ടുപേർക്കും ഈ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. നമുക്ക് ദേഷ്യം വരും, പക്ഷേ ചില സമയത്ത് നമുക്ക് ആ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് സങ്കടം വരും, ചില സമയത്ത് നമുക്ക് ആ സങ്കടത്തിനെ വേറെ രൂപത്തിൽ അവതരിപ്പിക്കേണ്ടി വരും. പല സ്ഥലത്തും നമ്മൾ ചിലപ്പോൾ താന്നു കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മളതിനെ ഓവർ പവർ ചെയ്തിട്ട് നിയന്ത്രിക്കേണ്ടി വരും. ഇങ്ങനെ പല സിറ്റുവേഷൻസ് നമുക്ക് മാറി മാറി വന്നേക്കാം. പക്ഷേ അതിൻ്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് അത് ശരിയാണ്, എൻ്റെ ഹസ്ബൻഡ് ചെയ്തത് ശരിയാണ്, എൻ്റെ ഭാര്യ ചെയ്തത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നല്ല അടിപൊളിയാവും. അത് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നിങ്ങളെന്തിനാ അങ്ങനെ ചെയ്തത്, ഈ എന്തിനാ എങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടി വരുന്നത്. യൂഷ്വലി ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ചിലപ്പോൾ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഭാര്യയോ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. മറ്റേ ആൾ പറയുന്നതിനോടൊന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും ഇവരെന്താ പ്രതികരിക്കാത്തതെന്നൊക്കെ. അപ്പോൾ നിങ്ങളതിൽ മനസ്സിലാക്കണം, ആ ഓപ്പോസിറ്റ് സൈലൻ്റായിട്ട് നിൽക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, അവർ ചിലപ്പോൾ വളരെ നന്നായി അവരുടെ പാർട്ട്ണറെ മനസ്സിലാക്കി ഞാൻ ഇവിടെ സൈലൻ്റായി നിന്നാൽ എൻ്റെ റിലേഷൻഷിപ്പ് നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഉൾക്കൊണ്ടൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ ആ പോയിൻ്റ് അവർ മനസ്സിലാക്കിയതുപോലെ ഓപ്പോസിറ്റ് പാർട്ടി കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ലൈഫ് അടിപൊളിയാവും. അത് കുട്ടികളെ ബാധിക്കില്ല, കുട്ടികളെ പോസിറ്റീവ്ലി ഗ്രോ ചെയ്യാനത് ഹെൽപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ കുട്ടികൾ നിങ്ങളതിൽ പ്രൊനൗൺസ് ചെയ്ത് നിൽക്കുന്ന ആളാരാണോ അയാളുടെ സ്വഭാവം കണ്ട് പഠിക്കും. അത് കണ്ടുപഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഭാവിയിൽ വിനയായി വരും.